ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണമല്ലോ. നമ്മളല്ലാതെ പ്രിയപ്പെട്ടവർ ആരാണ് ഇതിൽ ശ്രദ്ധ പുലർത്തുക? അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ഒരു വീഴ്ച പോലും നമുക്കുണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയില്ലേ, മുറൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണേ. എന്താണ് കൽപ്പിക്കേണ്ടത്? ഏത് പ്രായത്തിലാണ് കൽപ്പിക്കേണ്ടത്? 7 വയസ്സാവുമ്പോൾ നിസ്കരിക്കാനുള്ള കൽപ്പനയുണ്ടാകണേ. പ്രിയപ്പെട്ടവരെ, 7 വയസ്സുള്ളൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മദ്രസയില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ, മദ്രസയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ ദിവസവും എണീക്കുന്നതല്ലേ എന്നാ നമ്മുടെയൊക്കെ മറുപടി. റസൂൽ പറയും 7 വയസ്സാകുമ്പോൾ വിളിക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. ആ 7 10 വരെയാണ് കൂട്ടിങ്ങൾ. 3 വർഷം, ഒരു വർഷത്തിന് 365 ദിവസം ഉണ്ടല്ലോ. ആ 365 പ്രിയപ്പെട്ടവരെ 5 വക്ത് നിസ്കാരം ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ നമ്മളെ മക്കളോട് പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഖുർആനോ ഹദീസും അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എപ്പോഴാണ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ആവലാതിപ്പെടാറ്, സങ്കടപ്പെടാറ്, ദേഷ്യപ്പെടാറ്, അടിക്കാറ്? 16, 17, 18 വയസ്സാകുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞ 7ാമത്തെ വയസ്സിൽ നമ്മൾ നിസ്കാരം കൽപ്പിച്ചിട്ടില്ല. ഉറങ്ങിക്കോട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഉറങ്ങിക്കോട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ വിജയം കിട്ടുക? അതുകൊണ്ട് ആ ഒരു ഇബാദത്തിന്റെ വിഷയത്തില് നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടായേ മതിയാകും. മാത്രമാണോ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള കടമകൾ പാലിക്കണം. ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നന്മയോടുകൂടി നിങ്ങൾ വർത്തിക്കണമേ. നന്മയോടുകൂടി നിങ്ങൾ വർത്തിക്കണം. നല്ല പെരുമാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. മുഖത്തടിക്കാൻ പാടില്ല. അങ്ങനെ കുറെ ഉപദേശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളത് പാലിക്കണമല്ലോ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ട സമയത്ത് ഉമ്മു സലമ എന്തിനാണ് വേദനിക്കുന്നത്? ഇതിനേക്കാൾ ഖൈറായത് കിട്ടുമെന്ന് പറഞ്ഞപ്പോ അബൂ സലമയേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ എനിക്ക് ലഭിക്കുമോ എന്ന ആ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്നോടടക്കം ചോദിക്കേണ്ട ഒരു ചോദ്യം. നമ്മുടെ ഇണ, നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഇണ, ആ ഇണക്ക് പറയാൻ കഴിയുമോ എന്റെ ഭർത്താവാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന്? ഏറ്റവും പെർഫെക്റ്റ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഖുൽഖുഹു, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാ. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണ്. അത് പറയണമെങ്കിൽ വെറുതെ പറഞ്ഞ വാക്കുകളല്ലല്ലോ, മനസ്സിന്ന് നിർഗളിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ. ഇനി സഹോദരിമാരോടും പറയാനുള്ളത്, പലപ്പോഴും ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നാൽ, അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏറെ ഫെമിനിസം എന്നും ആ രൂപത്തിലുള്ള ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുന്ന ചില കാട്ടിക്കൂട്ടലുകള് കുടുംബ വ്യവസ്ഥയാണ് തകർക്കുന്നത്. ആണിനും പെണ്ണിനും എന്താ ഒരേ തുല്യനീതി വേണ്ടേ? ഒരുമിച്ചല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? എന്തിനാണ് ചോദിച്ചുകൊണ്ട് പോകുന്നത്? എന്തിനാണ് അങ്ങനെ അനുവാദം ചോദിക്കുന്നത്? നിങ്ങൾ സ്വതന്ത്രമായി മുന്നേറോ? അങ്ങനെയുള്ള കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് കുടുംബമെന്ന ആ പവിത്രമായ ബന്ധത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കുന്നത്. സൗജത്ത് എന്ന പദത്തിന് ഭർത്താവ് ഭാര്യ എന്ന ഒരു അർത്ഥത്തെക്കാൾ അത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും യോജിച്ച അർത്ഥം എന്നുള്ള ഇണ, തുണ എന്നുള്ളതാണ്. ഇണകളാ പ്രിയപ്പെട്ടവരെ. ഒരാൾ കൽപ്പിക്കാനും ഒരാൾ ആ കൽപ്പനകൾ സ്വീകരിക്കാനുള്ള ആളൊന്നല്ല. ഒരാൾ കൽപ്പിക്കാൻ, ഒരാൾ കൽപ്പനകൾ സ്വീകരിക്കാനുള്ള ആളൊന്നല്ല. പക്ഷെ നമ്മൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയല്ലോ. ഇദാ സല്ലത്തിൽ മർഅതു ഖംസ, 5 വക്ത് നിസ്കാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പെണ്ണാ. വസാമത്ത് ശഹ്റഹാ,
അതേ നോമ്പ് നോൽക്കുന്ന പെണ്ണാണ്. വഹഫിദത്ത് ഫർജഹാ, ഗുഹ്യാവയം സംരക്ഷിക്കുന്ന പെണ്ണാണ്. വഅതാഅത്ത് സൗജഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. അങ്ങനെയുള്ള പെണ്ണിനോട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വല്ലാത്ത സന്തോഷകരമായ ഓഫർ എന്താ? ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന, മോളെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ഏത് കവാടമാണോ ആ കവാടത്തിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ ഒരു തുടക്കത്തിലെ 3 കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന നാം. തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന രംഗത്ത് അല്ല പെണ്ണിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന മര്യാദ പഠിപ്പിച്ചോ, അതേ പെണ്ണിനോട് തന്നെ തന്റെ ഭർത്താവിനോട് പെരുമാറുമ്പോഴുള്ള മര്യാദയും പഠിപ്പിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഏറെ മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ് തന്റെ ഭർത്താവ് എന്നുള്ളത് ഒരു സംശയവുമില്ല. എന്തൊക്കെ ചെയ്താലും ആ ഒരു തന്റെ ഇണയുടെ പൊരുത്തം കിട്ടുക എന്നുള്ള നിർബന്ധ. നാളെ അല്ലാഹു നോക്കുകയില്ല ഇലാ ഇംറഅത്തിൻ, ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ലാ തഷ്കുറു ലി സൗജിഹാ, തന്റെ ഭർത്താവിന് വേണ്ടി നന്ദി കാണിക്കാത്ത പെണ്ണാണോ, വഹിയ ലാ തസ്തഗ്നി അൻഹു, അവനെ പരിഗണിക്കാത്ത പെണ്ണാണോ, അവളെ മുഖത്തേക്ക് നാളെ അല്ലാഹു നോക്കൂല. ഇതെന്താ ഉസ്താദേ ഞങ്ങളെ മാത്രം കുറ്റം പറയണേ എന്ന് ആരും ചിന്തിക്കേണ്ട ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ. ആ ഹദീസുകൾ നമ്മൾ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. തിരിച്ചു അങ്ങോട്ട് തന്നെ കേട്ടോ, വലിയ ബാധ്യതകളുണ്ട്, വലിയ ബാധ്യതകളുണ്ട്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ടല്ലോ, പ്രവാചകൻ വീട്ടിലെങ്ങനെയാണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചകൻ മാവ് കുഴക്കുമായിരുന്നു, വസ്ത്രം അലക്കി തരുമായിരുന്നു. ഫഇദാ ഹദറത്തിസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയമായ നിസ്കാരത്തിലേക്ക് പ്രവാചകൻ പോകുമായിരുന്നു. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അള്ളാന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞ്, പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാന്റെ റസൂൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും കീർത്തനങ്ങളുമായി ഇരിക്കുകയാണ്. എന്നിട്ട് സൂര്യോദയത്തിന് ശേഷം ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും പ്രവാചകൻ ചെല്ലുന്നുണ്ട്, പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ കുശലാന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജസീറത്തുൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ മൊത്തത്തിൽ നിയന്ത്രിച്ച പ്രവാചകനാ, ഭരണാധികാരിയാണ്, ഖാദിയാണ്, തിരക്കുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ മക്കയിലെ മണലാരുണ്യത്തിലെ ഓരോ വീടകങ്ങളിലും പ്രവാചകൻ പോയി പ്രബോധനം ചെയ്തിട്ടുണ്ട്. പക്ഷേ തന്റെ കുടുംബത്തിന് കൊടുക്കേണ്ട സമയം കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ അല്ലേ? അത് നമ്മൾ പാലിക്കപ്പെടുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പാലിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ ഓരോ കാര്യത്തിലും മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യത്തിലടക്കം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ഇല്ല എങ്കിൽ വിരൽ കടിക്കുന്ന ഏറെ സങ്കടകരമായ അവസ്ഥയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്ന ഒരു ആത്മാർത്ഥമായ ചിന്തയും ആത്മാർത്ഥമായ അർപ്പണബോധവും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നന്മകൾ ചെയ്യുന്ന രംഗത്ത് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമുക്കുണ്ടായേ മതിയാകും. തിന്മകൾ ചെയ്യുന്ന രംഗത്ത് നമ്മുടെ കുടുംബം ഒരു കാരണവശാലും അതിൽ അകപ്പെടരുത് എന്ന ഒരു വല്ലാത്തൊരു ആഗ്രഹം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായേ മതിയാകും. കാരണം ഏത് സമയത്താണ് മരണം നമ്മെ പിടികൂടുക എന്നറിയില്ല. ഏത് സമയത്തും മരണം പിടികൂടിയാലും പ്രിയപ്പെട്ടവരെ നാളെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ട് നമുക്ക് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി. ഓരോരുത്തരും ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബം
കുടുംബം നന്മയിലാകാൻ വേണ്ടി എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കേണ്ടത്, നാളേക്ക് വേണ്ടി എന്താണ് നാം നേടിയെടുത്തിട്ടുള്ളത് എന്ന ചിന്ത നാം ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? കാരണം നാളെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം വരിക എന്ന് നമുക്കറിയില്ലല്ലോ. എപ്പോ വേണമെങ്കിലും നമ്മുടെ മരണം നമ്മെ പിടികൂടാലോ, ഒരു ഉറപ്പില്ല നമുക്ക്. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണേ. അതുകൊണ്ട് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകണം. ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാനുള്ളൊരു പ്ലാന്. പ്രിയപ്പെട്ടവരെ, സ്വർഗം പുൽകാൻ ഇതിലേറെ ഹൈറായ മറ്റൊരു കർമ്മമുണ്ടോ? നിസ്കാരത്തിന്റെ കാര്യം നാം ഓർമ്മപ്പെടുത്തിയല്ലോ. ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുന്നൊരു രീതി നമുക്കുണ്ടാകണം. അങ്ങനെ ഓതുന്ന വീടകങ്ങളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളെ കബറിടങ്ങളാക്കരുത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അതേ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറും. ഒരു പ്ലാൻ ഉണ്ടാകണം. ഖുർആൻ ഓതാനുള്ള ഒരു പ്ലാന് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. നമ്മൾ മൊബൈലിൽ തോണ്ടിക്കളിച്ചിട്ട് മക്കളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്നു, മക്കളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതാണല്ലോ ഈ ഉള്ളവന്റെ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ ശരീരത്തിലേക്കാണ് അവർ നോക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ പ്രിയപ്പെട്ടവരെ മാതൃകയാകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബനാഥൻ തഖ്വയുള്ളവനാകണമെന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എത്ര മനോഹരമായ മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകും മിനൽ മുശ്രികീൻ. അതേ അല്ലാഹുവിനെ അനുസരിക്കുന്ന രംഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ച കണിശത, ആ കണിശത തന്റെ കുടുംബത്തിൽ പകർന്നു എന്നല്ലേ ഈ ചരിത്രാധ്യാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയേ മതിയാകും. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയേ മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിച്ച എത്രയെത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വല്ലുപ്പ 8-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട്. പിന്നീട് പ്രവാചകനെ പൊന്നുപോലെ നോക്കിയത് അബൂ താലിബാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നോക്കിയെന്നറിയോ? നുബുവത്ത് കിട്ടിയതിന് ശേഷവും അബൂ താലിബ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊന്നുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ചരിത്രാധ്യാപനങ്ങൾ നല്ല സ്നേഹിച്ചിട്ടുണ്ട്. ഖുറൈശികൾ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുതരാൻ ആവശ്യപ്പെടുന്നു. എന്റെ തല മണ്ണിൽ കുത്തിയിട്ടല്ലാതെ മുഹമ്മദിന്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കൂല എന്നാ പറഞ്ഞു. പക്ഷേ അബൂ താലിബ് പ്രിയപ്പെട്ടവരെ നാളെ നരകത്തിലാണ്. എന്താണ് നരകത്തിൽ കടക്കാനുള്ള കാരണമെന്നറിയോ? അബൂ താലിബിന് ഹിദായത്ത് എന്ന മാധുര്യം കിട്ടിയില്ല. ആമുൽ ഉസ്ൻ എന്ന് ഹിജ്റ 9 പറയപ്പെടുന്നുണ്ട്. ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ വർഷമാണ്. അതോടൊപ്പം തന്നെ അബൂ താലിബ് റസൂലുള്ളാഹി മുത്താപ്പ, പൊന്നുപോലെ നോക്കിയ മുത്താപ്പ മരണപ്പെട്ട സമയമാണ്. ആ മുത്താപ്പ മരണപ്പെടുന്ന സന്ദർഭത്തില് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെല്ലുന്നുണ്ടല്ലോ. യാ അമ്മീ, എന്റെ പൊന്നു മുത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മുത്താപ്പ. കലിമത്തുൻ ഉഹാജുലക ബിഹാ ഇൻദല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടാം എന്ന് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലതവണ അവിടെ ആവശ്യപ്പെടുന്നല്ലോ. അതേ അബൂ താലിബ് ഖുറൈശി കിങ്കരന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ പലരുമുണ്ട്, ഖുറൈശി നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ചോദ്യം എന്താ? അത്തർഗബു, അബൂ താലിബേ നീ ആഗ്രഹിക്കുകയാണോ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്ന് ഇല്ലാതാകാൻ, ഈ അവസാന സമയത്ത് ഇല്ലാതാകാനാണോ നീ ആഗ്രഹിക്കുന്നത്? അബൂ താലിബ് ആ സമയത്ത് പറഞ്ഞ ചില വാക്കുകളുണ്ട്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമത്തു വൽ ഹിദാറു മസബ്ബ ലവജതനി സംഹം ബിദാക മുബീനാ. മുഹമ്മദേ, നിന്റെ മതമാണ് എനിക്ക് ഏറ്റവും നല്ല മതമെന്നൊക്കെ എനിക്കറിയാം. ആക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, കളിയാക്കലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദേ നിന്റെ മതത്തിൽ എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അബൂ താലിബ്. അല്ലേ? റസൂൽ അങ്ങനെ കരഞ്ഞിട്ട് ആ പടി ഇറങ്ങാ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയേ താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹിദായത്ത് കിട്ടണമെന്നില്ല നബിയേ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എന്താ? ഈ നന്മ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അത് അബൂ താലിബിനോടും പറഞ്ഞിട്ടുണ്ട്, അബൂ ലഹബിനോടും പറഞ്ഞിട്ടുണ്ട്, ഖുറൈശി നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതേ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരമൊരു അയൽക്കൂട്ടം സംഘടിപ്പിക്കുമ്പോ, അതേ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്റെ അയൽവാസിക്ക് കൊടുക്കാതെ നമുക്കൊന്ന് വായിൽ വെക്കാൻ സാധിക്കില്ലല്ലോ. എന്ത് കാരണം കൊണ്ടാണ്? ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, പ്രിയം കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ഇഷ്ടങ്ങൾക്കപ്പുറം നാളെ പാരിത്രിക ലോകത്ത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി കുല്ലുഞ്ഞക്കൂ നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം കാര്യത്തെ പറ്റി മാത്രം ആവലാതിപ്പെടുന്ന നാള്. ലായഹുമുഹു സിവാ നഫ്സിഹി, സ്വന്തം കാര്യമല്ലാതെ മറ്റൊരാളുടെ കാര്യവും അന്ന് വില പോകുകയില്ല, അന്ന് ചിന്തിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ നാളിൽ ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്ന്, ആ നാളിൽ രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ ഈ കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആരോട് മാത്രമേ നാം അർപ്പിക്കാൻ പാടുകയുള്ളൂ? അള്ളാഹുവിനോട് മാത്രമാണ്. എത്ര വലിയ രോഗമാകട്ടെ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. മക്കളില്ലാതെ 10 വർഷം കഴിഞ്ഞോ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. പൈതലി ജാറത്തിന്റെ അരികിലേക്കല്ല, രോഗം മാറാൻ വേണ്ടി ഇന്ന സ്ഥലത്തേക്കല്ല. പ്രിയപ്പെട്ടവരെ, നാം പോകേണ്ടത് വിമർശന ബുദ്ധിയുള്ള വിമർശനത്തോടുകൂടിയുള്ള സംസാരമല്ല. നാം സ്നേഹിക്കുന്ന, നാം അറിയുന്ന ആളുകളെന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ ഇത് നാം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ അൽ അമീന, 40 വയസ്സ് വരെ അവർക്കിടയിലേറെ സ്നേഹത്തോടെ, ഏറെ ബന്ധത്തോടുകൂടി ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന വഅൻദിർ അശീറതകൽ അഖറബീൻ, ഇതിന്റെ കുടുംബക്കാരെ പോയി ഉത്ബോധിപ്പിക്കണം. സഫാകുന്നിന്റെ ജബൽ അബി ഖുബൈസ് മലയിലെ സഫാകുന്നിന്റെ മുകളിൽ കയറി പ്രവാചകൻ പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം ട്ടോ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെയൊക്കെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന. അഫ്ളമാ കുനുതു അന വൻ നബിയൂന മിൻ ഖബൽ, അതേ ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കേതാ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഒരു ആരാധനമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഓരോ പ്രവാചകന്മാരും കടന്നു വരുന്ന സമൂഹത്തിലെ പലവിധ തിന്മകൾ പ്രിയപ്പെട്ടവരെ താണ്ഡവമാടിയിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാരൊക്കെ ആ സമൂഹത്തെ ആദ്യമായി ഉത്ബോധിപ്പിച്ചത് നിങ്ങൾ ഇന്നാലിന്ന തിന്മകൾ ചെയ്യരുതെന്നല്ല. ഐഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ലാ തശ്റബുൽ ഖംറ, ഞങ്ങളോട് ആദ്യമായി പറഞ്ഞത് കള്ള് കുടിക്കരുത് എന്നാണെങ്കിൽ ലഖാലു ലാ നദ്ഉൽ ഖംറ അബദാ, ഞങ്ങൾ
ഒരുപക്ഷെ ഒരു കാലത്ത് പോലും കള്ളുകുടി ഒഴിവാക്കില്ലായിരുന്നു. ഞങ്ങളോട് വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യമായി അവതരിച്ചതെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഉപേക്ഷിക്കില്ലായിരുന്നു. പക്ഷേ ഞങ്ങളോട് ആദ്യമായി പറഞ്ഞതെന്താ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളോട് ആദ്യമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എല്ലാവിധ സ്നേഹത്തിനും അപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് വില. ലൂത്ത് നബിയുടെ ഭാര്യമാരെങ്ങനെ അവിശ്വാസിയായി? ആ വിശ്വാസമില്ലാത്തത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ. ഫിറഔനിന്റെ ഭാര്യ ആസിയ ബീവി നന്മയിൽ സദുവൃത്തരായി ജീവിച്ചിട്ട് പോലും ഫിറഔൻ എന്തുകൊണ്ടായില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ ഇബാദത്ത് തൗഹീദാണ്. ഏറ്റവും വലിയ ഇബാദത്ത്. നമുക്കൊരു സംശയവുമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകും. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാളെ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം നമുക്ക് പോകാൻ കഴിയുക. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വമൻ സലഹ, ആർക്കാണോ സദ്വൃത്തരായി ജീവിക്കാൻ കഴിയുന്ന നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, വസ്ത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ, സംസാരത്തിലൂടെ എ ടു സെഡ് കാര്യങ്ങൾ പടച്ചുറപ്പ് പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയുന്നത്, അവർക്ക് ആ സ്വർഗമുള്ളത്. ആ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചുറബെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ആ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സ് നാളെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ഒരു സദസ്സാക്കി മാറ്റുമാറാകണേ നാഥാ. റബ്ബേ, ഈ ഒരു സദസ്സിൽ റഹ്മത്തിന്റെ മലായികത്തുകളുടെ സാന്നിധ്യം, അവരുടെ പ്രാർത്ഥനകൾ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ ഇണയിൽ പടച്ച റബ്ബേ കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള തൗഫീക്ക് ആ മഹാഭാഗ്യവാൻ ഞങ്ങൾ ഉൾപ്പെടുത്തണേ നാഥാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അല്ലാഹുവേ ഖബറും വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥാ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.